ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനേജറുടെ ക്യാബിനിലെത്തുന്ന മഞ്ജു, മേഘൻ ഒരു ചതിയനായതുകൊണ്ടാണ് അയാളെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ചതെന്നും വേറെ എവിടെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി തരണമെന്നും പറഞ്ഞ് മഞ്ജു മാനേജറുടെ മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ മഞ്ജു മോശം രീതിയിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് കരുതിക്കൊണ്ട് മാനേജർ അവളെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും കൂടെ ചെല്ലാനൊക്കെ നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ കരണം പുകച്ചുകൊണ്ടാണ് മഞ്ജു അതിന് മറുപടി കൊടുക്കുന്നത്. ശേഷം വീട്ടിലെത്തുന്ന മഞ്ജു ജോലി നഷ്ടപ്പെട്ട കാര്യവും മാനേജർ തന്നോട് മോശം രീതിയിൽ സമീപിച്ച കാര്യമൊക്കെ സാഗറിനെ അറിയിക്കുന്നു. അപ്പോൾ സാഗറാണെങ്കിലും കമലേശ്വരം കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെയ്തിരുന്ന ആ കൂലിപ്പണി നഷ്ടപ്പെട്ട കാര്യം മഞ്ജുവിനോട് പറയുന്നുണ്ട്. തുടർന്ന് മഞ്ജു കണ്ണനെയും മഹാലക്ഷ്മിയെയും കാണാനായിട്ട് എത്തുന്നു. ശേഷം മേഘൻ തൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നും അയാൾ കാരണം ടെക്സ്റ്റൈൽസിലുള്ള ജോലി നഷ്ടപ്പെട്ടു, അയാൾ തന്നെയാണ് സാഗരേട്ടനെയും ചതിച്ചിരിക്കുന്നത്, എന്നാൽ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ല എന്നെല്ലാം മഞ്ജു കരഞ്ഞു പറയുമ്പോൾ നിനക്ക് എൻ്റെ അടുത്തേക്ക് പോന്നൂടെ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ നിങ്ങളെ എത്രയൊക്കെ ഞങ്ങളെ വേർപിരിക്കാൻ ശ്രമിച്ചാലും ഞാനിനി കമലേശ്വരത്തേക്ക് തിരികെ വരില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് അറിയാത്ത പണി സാഗരേട്ടൻ ചെയ്തത്. മേക്കാട് പണി ചെയ്ത് ആ പാവത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞില്ല. മുണ്ട് മുറുക്കി ഉടുത്തിട്ടായാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പോകുന്നു. അപ്പോൾ മഞ്ജുവിൻ്റെ അവസ്ഥ കണ്ട് മഹിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയാണ് മഹിയുടെ. ശേഷം മഞ്ജു ഇനി എങ്ങനെ ജീവിക്കും കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ സാഗർ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാമെന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും മേഘനും ഉണ്ണിയും അവരുടെ അടുത്ത ചതി ആസൂത്രണം ചെയ്യുന്നതാണ്. എൻ്റെ കരുണമോൾ ഈ നിലയിലാവാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയാണ് മഹാലക്ഷ്മി. ഉണ്ണിമോനെ കമ്പനിയിൽ വെറും ഒരു കൂലിക്കാരനാക്കിയതും അവൾ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തോടെയാണ്. മേഘ, നിനക്ക് മഞ്ജുവിനെ നഷ്ടമായതും അവൾ കാരണമാണ് മഹാലക്ഷ്മി. നമ്മളെ ദ്രോഹിച്ചവരെല്ലാം കിടന്ന് നട്ടം തിരിയണം എന്ന് പറയുമ്പോൾ അതൊക്കെ നടക്കുമെങ്കിലേ ഇപ്പം തന്നെ മഞ്ജുവിനും സാഗറിനും ജീവിക്കാൻ വേണ്ടി പിച്ച് തെണ്ടേണ്ട അവസ്ഥയാണെന്നെല്ലാം മേഘം പറയുമ്പോൾ ഇനി സാഗരെങ്ങാനും നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ അവരെ കമലേശ്വരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമോ എന്നാണ് എൻ്റെ പേടി. കാരണം മഞ്ജുവിനെ കണ്ണേട്ടന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അതിന് അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലല്ലേ അതൊന്നും ഉണ്ടാവില്ല, കോടതി അവനെ ശിക്ഷിക്കും, നീ കണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. എന്നാലും എനിക്കെൻ്റെ കരുണമോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അതിൻ്റെ നീറ്റലൊന്നും അടങ്ങണമെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയും അതിലാരെങ്കിലും ഒരാൾ ഇല്ലാതാവണം എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതേ സമയം മേഘൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ജീവിക്കാൻ ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുന്ന അവനെയും അവളെയും ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്നെ തേച്ചിട്ട് അവനോടൊപ്പം പോയവളല്ലേ അവളെ, എനിക്ക് അവളുടെ മുഖത്ത് നോക്കി രണ്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും വീട്ടിലെത്തുന്നു. അപ്പോൾ മേഘനെ കാണുന്നതും രക്തം തിളയ്ക്കുന്നുണ്ട് കേട്ടോ മഞ്ജുവിൻ്റെ. ഇതേ സമയം സാഗറും അവിടേക്ക് വരുന്നുണ്ട്. നീയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്, നിന്നെയൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഭിക്ഷ എടുപ്പിക്കും ഞാൻ എന്ന് മേഘൻ വെല്ലുവിളി മുഴക്കുമ്പോൾ അങ്ങനെ ഭിക്ഷ എടുക്കേണ്ടി വന്നാലും നീയൊന്നും ആഗ്രഹിക്കുന്നതൊന്നും ഒരിക്കലും നടക്കില്ല, ഞാനും സാഗരേട്ടനും നിൻ്റെ വീട്ടുപടിക്കിലേക്ക് വരില്ല എന്ന് മഞ്ജു ചുട്ട മറുപടി തന്നെ മേഘന് കൊടുക്കുന്നുണ്ട്. തുടർന്ന് സാഗറിനോടായിട്ട് മേഘൻ പറയുന്നുണ്ട്, കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിക്കാനായിട്ട് ഞാൻ വിലക്കെടുത്ത് എന്നെ തന്നെ നീ ചതിച്ചു അല്ലേടാ സാഗര എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. നിൻ്റെയൊക്കെ മുന്നിൽ ഇനി ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയും ഇല്ല എന്ന് മേഘൻ പറയുമ്പോൾ എടാ മേഘ, നീ ഞങ്ങളെ ഇതുവരെ ദ്രോഹിച്ചതെല്ലാം ഞങ്ങൾ സഹിച്ചു, ക്ഷമിച്ചു. ഇനിയും നിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദ്രോഹം ഞങ്ങൾക്കുണ്ടായാൽ എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല, നിൻ്റെ ഒരാഗ്രഹവും നടക്കില്ല മേഘ എന്ന് സാഗർ പറയുമ്പോൾ നിനക്കൊന്നും എവിടെയും ജോലി കിട്ടില്ല, ഇനി അഥവാ കിട്ടിയാൽ തന്നെ എൻ്റെ സ്വാധീനം എന്താണെന്ന് നീയൊക്കെ അറിഞ്ഞല്ലോ. ജോലി ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ നിന്നെയും ഇവളെയും ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭീഷണി മുഴക്കി മേഘൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ മേഘൻ പോയതിന് ശേഷം ഇനി എന്ത് ചെയ്യും സാഗരേട്ട, അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന രാക്ഷസനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കോയെ വിവരം അറിയിക്കാൻ മഞ്ജു. ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല. മേഘന ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് മാർക്കോയെ മാത്രമാണ്, അവന് മാത്രമാണ് നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ കഴിയൂ എന്നും സാഗർ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. പിന്നീട് വീട്ടിലെത്തുന്ന കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ മഞ്ജുവിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. മഞ്ജുവിൻ്റെ മുഖം കൺമുന്നിൽ നിന്ന് മായുന്നില്ല കണ്ണേട്ട എന്ന് മഹി പറയുമ്പോൾ എന്ത് ചെയ്യാനാ മഹി, സാഗർ അവനെ ഉപേക്ഷിച്ച് ഇവിടേക്ക് വരാൻ നമ്മളവളോട് ആവുന്നതും പറഞ്ഞതല്ലേ എന്ന് കണ്ണൻ പറയുമ്പോൾ അവളും കണ്ണേട്ടനെ പോലെ അഭിമാനമുള്ള പെൺകുട്ടിയാണ്, സ്വത്തിലും പണത്തിലും ഒന്നും ഒരു കാര്യവും ഇല്ലയെന്ന് അവളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മഹി പറയുമ്പോൾ എൻ്റെ ഒരു പെങ്ങളാണ് മഞ്ജു, അവളെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല.
നമ്മൾ നേരിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൾ സ്വീകരിക്കില്ല. എന്നെപ്പോലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവളാണ് മഞ്ജു. പിന്നെ അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഗർ നിരപരാധിയാണെന്ന് തെളിയാത്തിടത്തോളം കാലം അത് അവൻ കൂടി അനുഭവിക്കും. മാത്രമല്ല അവനെങ്ങാനും അവളെ പറ്റിച്ച് കടന്നു കളഞ്ഞാലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ പിന്നെ എന്താ കണ്ണേട്ട ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ മാർക്കോയെ കൊണ്ട് മാത്രമേ ഇനി ഇതിനൊരു പരിഹാരം കാണാൻ കഴിയൂ. അവനല്ലേ സാഗറിനെയും മഞ്ജുവിനെയും ഒരുമിപ്പിച്ചത്. എല്ലാം അവനെ അറിയിക്കണം. എന്നിട്ട് ചില കാര്യങ്ങൾ കൂടി എനിക്ക് അവനോട് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മാർക്കോയെ വിളിക്കുന്നു. അങ്ങനെ മാർക്കോയെ വിളിച്ചിട്ട് കണ്ണൻ പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ ജീവിതത്തിൽ പുറകെ നടന്ന് മേഘൻ ശല്യം ചെയ്യുകയാണെന്നും അവൻ എന്ന അധ്യായത്തിന് അന്ത്യം കുറിക്കേണ്ട സമയമായി കഴിഞ്ഞു മാർക്കോയെ മാത്രമേ അവന് ഭയമുള്ളൂ. അതുകൊണ്ട് മാർക്കോ ഈ പ്രശ്നത്തിൽ ഇടപെടണം. അതുമാത്രമല്ല മഞ്ജുവിന് സ്വന്തമായിട്ടുള്ളൊരു ബാങ്ക് ഡെപ്പോസിറ്റ്സ് അതിൽ കുറേ പണം ഞാൻ മുമ്പ് തന്നെ അവൾക്ക് കൊടുത്തിരുന്നു. പിന്നെ അവളുടെ ഓരോ പിറന്നാളിനും ആഭരണങ്ങളും ഞാൻ വാങ്ങിക്കൊടുത്തിരുന്നു. അതൊക്കെ മേഘൻ തന്നെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. അതെല്ലാം മേഘൻ തന്നെ മഞ്ജുവിന് തിരികെ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. മഞ്ജു ഇപ്പോൾ അവൻ്റെ ഭാര്യയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു തരി പൊന്നിൽ പോലും അവന് അവകാശമില്ല. ഈ സാഹചര്യത്തിൽ അതെല്ലാം തിരികെ കെട്ടിക്കഴിഞ്ഞാൽ അത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഞാൻ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് മാർക്കോ തന്നെ മേഘനെ കൊണ്ട് ആ മഞ്ജുവിന് അതെല്ലാം തിരികെ കൊടുപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ സാഗർ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു സാറേ. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇനി മേഘൻ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതെല്ലാം സാർ എനിക്ക് വിട്ടേക്ക്. പിന്നെ മഞ്ജുവിൻ്റെ സ്വർണവും ബാങ്ക് ഡെപ്പോസിറ്റ്സും എല്ലാം ഞാൻ അവനെ കൊണ്ട് തന്നെ തിരികെ കൊടുപ്പിക്കുമെന്നും മാർക്കോ പറയുമ്പോൾ സാഗർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ സ്വീകരിക്കാൻ എനിക്കോ മഹിക്കോ യാതൊരു മടിയില്ല. പിന്നെ അവരുടെ സ്ഥാനം ഇവിടെ ആയിരിക്കുമെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മാർക്കോയോട്. കണ്ണൻ്റെ ആ തീരുമാനം കേട്ട് മാർക്കോയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുമാത്രമല്ല കണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മേഘന് അവൻ്റെ കാര്യത്തിൽ ഒരു അവസാന തീർപ്പുണ്ടാക്കണം. ഇനി ഒരു നോട്ടം കൊണ്ട് പോലും മഞ്ജുവിനെ അവൻ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവന് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ മാർക്കോയുടെ മുന്നിൽ അടപടലം പെട്ടു പോകുന്നുണ്ട് മേഘൻ. മാത്രമല്ല അവൻ തന്നെ കൈയടക്കി വെച്ചിരിക്കുന്ന മഞ്ജുവിൻ്റെ ആഭരണങ്ങളും ബാങ്ക് ഡെപ്പോസിറ്റ്സും എല്ലാം മേഘന് തിരികെ കൊടുക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എല്ലാം കലങ്ങി തെളിയുന്ന ഒരു രീതിയിലേക്കാണ് കേട്ടോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. അങ്ങനെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്